ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2195. ഇന്ന് ജനുവരി മാസം 3-ാം തീയതി. ഇയ്യോബിന്റെ ഒരു ഓർമ്മപ്പെടുത്തലിനെ കൂട്ടുപിടിച്ചാണ് നമ്മൾ പുതുവർഷത്തിന്റെ ആദ്യ പുലരി മുതൽ സഞ്ചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് 3-ാം ദിനമാണ്. എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകുന്നു. അങ്ങനെയാണ് ഇയ്യോബ് ഓർമ്മപ്പെടുത്തിയത്. ഓരോ നൂലും ചേർത്താണ് തുണിയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുന്നത്. ഓടം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നൂലും ചേർത്ത് പൂർണ്ണതയിലേക്ക് രൂപപ്പെടുകയാണ്. ഇത് നമ്മുടെ ഓരോ ദിവസത്തോടും സാമ്യപ്പെടുത്താം. അനവധി ദിവസങ്ങൾ ചേർന്ന് പതിയെ മാസമാവുന്നു. അങ്ങനെ മാസങ്ങൾ ചേർന്നും വർഷവും. ഇതിനിടയിൽ ഒരു നൂലൊന്ന് പിണഞ്ഞു പോയാൽ എന്തുമാത്രം അഭംഗിയാണെന്നറിയാം. അതുപോലെ തന്നെയാണ് ഒരു ദിവസം വല്ലാതെ അങ്ങ് പിഴച്ചു പോയാൽ, പരാജയപ്പെട്ടു പോയാൽ, ടുഡേ ഈസ് ബെറ്റർ ദാൻ ടുമോറോ എന്നും പറയുന്നില്ലേ. പിറക്കാത്ത നാളേക്കാൾ എത്രയോ ഉത്തമമാണ്, എത്രയോ നല്ലതാണ് ഇന്നത്തെ ദിവസം. ആ ഇന്നിനെ കുറെ കൂടി പ്രാധാന്യത്തോടുകൂടി ഒന്ന് കാണാനും കൈകാര്യം ചെയ്യാനും നമ്മൾ കുറെ കൂടി ശരിക്കും ജാഗ്രതയുള്ള മനുഷ്യരായി വളരേണ്ടിയിരിക്കുന്നു. പുതുവർഷം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇല്ല കേട്ടോ. ആരുടെ മുമ്പിൽ 2026 ഇല്ല. പിന്നെന്താ ഉള്ളത്? ആ പുതുവർഷത്തിന്റെ ഓരോ പുതുദിനങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും മുമ്പിലുള്ളത്. അതിന് 365 താളുകളുള്ള ഒരു പുസ്തകമാണ് ദൈവം ഏൽപ്പിച്ചത്. അതിന്റെ 3-ാം താളില് ഇന്ന് നമ്മൾ എന്തെഴുതുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഓരോ ദിവസവും സൂക്ഷ്മതയോടും കർത്തവ്യബോധത്തോടും നീങ്ങാൻ പറ്റുമോ? പാടാണ് കേട്ടോ. ആ ബുക്കിലെ ഓരോ പേജും ഭംഗിയായി സൂക്ഷ്മതയോടെ എഴുതാനായിട്ട് സാധിക്കുമോ? അവിടെ നമ്മളെ കുറ്റബോധം നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിധത്തിലേക്ക് നമ്മളുടെ വിചാരങ്ങള്, നമ്മളുടെ വാക്കുകള്, പ്രവൃത്തികള് എത്താതിരിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനത്തിലെ പ്രാർത്ഥന പിതാക്കന്മാർ എടുത്ത് നമ്മുടെ സന്ധ്യാ നമസ്കാരത്തിൽ, ഒരു ദിവസം ആരംഭിക്കുന്ന സന്ധ്യയുടെ നമസ്കാരത്തിൽ ചേർത്തിരിക്കുന്നത്. എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെ, എൻ്റെ അധരങ്ങൾക്കൊരു കാവൽക്കാരനെ, എൻ്റെ വിചാരങ്ങൾക്കും എൻ്റെ മനസ്സിനുമൊക്കെ ഒരു കാവൽക്കാരനെ നിയമിച്ചു തരണമേ. ആമേൻ.